2026 കപ്പടിക്കാൻ ബി.ജെ.പിയും 2026 പൊതു തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്കൊപ്പം കേരളത്തിലെ നല്ലൊരു ശതമാനം നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി കപ്പടിക്കാൻ ബി.ജെ.പിയും കച്ചമുറുക്കുന്നു. ആയിരത്തി 1984 2 സീറ്റുകളുമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറന്ന ബി.ജെ.പി 4.5 പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പലതും പിടിച്ചടക്കി ഭരണത്തിലെത്തി. ആം ആദ്മി പാർട്ടിയെ പരീക്ഷിച്ച ഡൽഹിയിലും ചെന്താമര വിരിയിച്ചുകൊണ്ട് ബി.ജെ.പി കേന്ദ്രത്തിൽ 3-ാം ഊഴത്തിലും അധികാരത്തിലെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെയും ഇന്ത്യ മുന്നണിയെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2016 മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിനെ നേമത്ത് നിന്നും നിയമസഭയിലെത്തിച്ച് അക്കൗണ്ട് തുറന്ന ബി.ജെ.പിക്ക് 2021 മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല. മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ബി.ജെ.പിയുടെ പെട്ടിയിൽ വീഴാനുള്ള സാധ്യതയില്ലാത്ത സാഹചര്യത്തിലും നേമം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, കഴക്കൂട്ടം, കായംകുളം, തൃശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ 2021 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ രണ്ടാമതെത്തി. 2026 തൃശൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങളിലെങ്കിലും ബി.ജെ.പി ശക്തമായ സാന്നിധ്യം അറിയിക്കും. കരുത്തുള്ള നേതൃത്വവും നേതാക്കളും ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളിൽ പലരും പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയിരുന്നു. ഈ മണ്ഡലങ്ങളിൽ 2026 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയിച്ചേക്കാം. രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, സി കൃഷ്ണകുമാർ തുടങ്ങി ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾ പലരും 2026 കേരള നിയമസഭയിലെത്താം. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനോടകം പാർട്ടി നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും, കോവളത്ത് എസ് സുരേഷ്, തിരുവനന്തപുരം ജി കൃഷ്ണകുമാർ, കാട്ടാക്കട പി കെ കൃഷ്ണദാസ്, വട്ടിയൂർക്കാവ് പത്മജ വേണുഗോപാൽ, കഴക്കൂട്ടം വി മുരളീധരൻ, ആറ്റിങ്ങൽ പി സുധീർ, ചാത്തന്നൂർ ബി ഗോപകുമാർ, കോന്നി കെ സുരേന്ദ്രൻ, പൂഞ്ഞാർ ഷോൺ ജോർജ്, കായംകുളം ശോഭാ സുരേന്ദ്രൻ, അമ്പലപ്പുഴ സന്ദീപ് വചസ്പതി, ആറന്മുള കുമ്മനം രാജശേഖരൻ, ചെങ്ങന്നൂർ മനു പ്രസാദ്, തിരുവല്ല അനൂപ് ആന്റണി, മണലൂരിൽ എൻ രാധാകൃഷ്ണൻ, ഒല്ലൂരിൽ പി ഗോപാലകൃഷ്ണൻ, തൃശൂരിൽ എം ടി രമേശ്, മലമ്പുഴ സി കൃഷ്ണകുമാർ, ഷൊർണൂർ ശങ്കുട്ടിദാസ്, പുതുക്കാട് പി അനീഷ്, നാട്ടിക രേണു സുരേഷ്, പാലക്കാട് പ്രശാന്ത് ശിവൻ, കാസർഗോഡ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, മഞ്ചേശ്വരത്ത് അശ്വിനി എം.എൽ, തൃപ്പൂണിത്തറ പി ശ്യാംരാജ് എന്നിവരെ കൂടാതെ കടുത്തുരുത്തിയിൽ നടൻ ലാലു അലക്സിന്റെയും പിറവത്ത് എം ആശിഷിന്റെയും പേരുകൾ ഉയരുന്നുണ്ട്. 2026 പൊതു തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പുറത്തെടുക്കുക. അതേസമയം ഛത്തീസ്ഗഡിൽ മലയാളികളും നിരപരാധികളുമായ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചതും 50-ലേറെ വനിതാ കുറ്റവാളികൾക്കൊപ്പം പാർപ്പിച്ചതും കേരളത്തിലെ ബി.ജെ.പിയുടെ വിജയസാധ്യതയ്ക്ക് വിവിധ മണ്ഡലങ്ങളിലും മങ്ങലേൽപ്പിക്കും. കന്യാസ്ത്രീ വിഷയം കേരളക്കരയെ ഒന്നാകെ പിടിച്ചുലച്ചിരുന്നു. ബി.ജെ.പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ക്രിസ്തീയ സഭകളും വിശ്വാസികളും ഇടത് വലത് മുന്നണികളും ചേർന്ന് കേരളത്തിൽ ഉയർത്തിയ പ്രതിഷേധ കൊടുങ്കാറ്റിന്റെ ശക്തമായ തിരിശേഷിപ്പുകൾ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് പട്ടികൾ കാലിയാക്കുമെന്ന് മനസ്സിലാക്കിയ ബി.ജെ.പി കേരള ഘടകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചതും 2026 പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ആർക്കും മനസ്സിലാകും. എം.പിമാരായ ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജും ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, യു.ഡി.എഫ് എം.എൽ.എമാരായ ചാണ്ടി ഉമ്മൻ, റോജി ജോൺ, അൻവർ സാദത്ത് എന്നിവർ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കാത്തുകിടന്നതും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ്. അങ്കമാലി കണ്ണൂർ സ്വദേശിനികളായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും 10 ദിവസത്തോളമാണ് ഛത്തീസ്ഗഡിലെ ജയിലിൽ നരകയാതന അനുഭവിച്ചത്. തലശ്ശേരി രൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയും വിവാദമായി. അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും ഇടപെട്ടിട്ടാണ് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായെന്ന പരസ്യ പ്രസ്താവനയും നന്ദി പ്രകാശനവുമായാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിസ്സംഗതയും ബി.ജെ.പിക്ക് അനുകൂലമായി തൃശൂരിൽ 2024 ഉണ്ടായ ക്രിസ്തീയ പിന്തുണ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നിർണായകമാകും. A to Z ന്യൂസ് മലയാളം 24.